സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവജനമേ, വചനം കേൾക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ്. അവിടുന്ന് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം. നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സമ്മതിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. സഹോദരങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം. ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 140 സങ്കീർത്തനം. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവെ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കി വിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവെ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു. അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവെ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, എൻ്റെ കർത്താവെ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു. കർത്താവെ, ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ. അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു. അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ. ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ. അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. കർത്താവ് പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും. ദൈവജനമേ, സങ്കീർത്തനം 140 അധ്യായം നമ്മുടെ ആത്മീയ യാത്രയിൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന മറ്റൊരു വേദഭാഗമാണ്. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട കടുത്ത പീഡനങ്ങളുടെയും ശത്രുക്കളുടെ കുതന്ത്രങ്ങളുടെയും മധ്യേ ദൈവത്തിലേക്ക് ഉയർത്തിയ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് 140 സങ്കീർത്തനം. ദുഷ്ടമനുഷ്യരിൽ നിന്നും അക്രമികളിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്നുള്ള അപേക്ഷയിൽ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഒരു വിശ്വാസിയുടെ ആശ്രയബോധം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവരുടെ നാവുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സർപ്പവിഷത്തെക്കുറിച്ചും കാരിടറിക്കാൻ അവരൊരുക്കുന്ന കെണികളെക്കുറിച്ചും ദാവീദ് വിലപിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ എക്കാലത്തും ദൈവമക്കളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള സത്യം വെളിപ്പെടുന്നു. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെയും പശ്ചാത്തലം ദാവീദിൻ്റെ ജീവിതത്തിലെ അതിസങ്കീർണമായ കാലഘട്ടമാണ്. ശൗൽ രാജാവിൻ്റെ അസൂയയും പീഡനങ്ങളും പിന്നീട് അബ്ശലോമിൻ്റെ കലാപവും ഒക്കെയായി നിരന്തരം മരണഭീഷണി നേരിട്ട ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. തനിക്കെതിരെ വാളും കുന്തവും ഏന്തി വരുന്നവരെ അല്ല, മറിച്ച് വാക്കുകളിലൂടെയും നുണകളിലൂടെയും തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാരെയാണ് അദ്ദേഹം പ്രധാനമായും ഭയപ്പെട്ടത്. തൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സഹായത്തിനായി അവൻ കാതോർത്തു. നീതിമാനായ ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എളിയവർക്ക് നീതി ലഭ്യമാക്കുമെന്നും ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. ഈ പൂർണ്ണമായ ആശ്രയം വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ പാപപങ്കിലമായ ഈ ലോകത്തിലും ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ്. സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളും വ്യാജ വാർത്തകളും ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിലെ വ്യക്തിഹത്യകളും ഒരു വാൾത്തലയേക്കാൾ മൂർച്ചയുള്ളവയാണ്. ജോലിസ്ഥലങ്ങളിലെ പരദൂഷണങ്ങളും കുടുംബ ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകളും പലപ്പോഴും മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്നു. ദാവീദിനെ പോലെ നമുക്കും ഇത്തരം അക്രമികളിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം കഴിവുകളെ അല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തെയാണ് ആശ്രയിക്കേണ്ടത്. സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് തിന്മയുടെ മാർഗങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനം മാറ്റമില്ലാത്തതാണ്. ഈ പഴയ നിയമസത്യങ്ങൾ
പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലൂടെ പൂർണ്ണമായി വെളിപ്പെടുന്നു, പൂർണ്ണത പ്രാപിക്കുന്നു. യേശുവിനെതിരെയുള്ള പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും അവസാനം ക്രൂശീകരണത്തിലേക്ക് നയിച്ച നുണസാക്ഷ്യങ്ങളും ഈ സങ്കീർത്തനത്തിലെ വാക്കുകളെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒരിക്കലും തിന്മ കൊണ്ട് നേരിട്ടില്ല. തന്നെ അധിക്ഷേപിച്ചവരോട് അവിടുന്ന് ക്ഷമിച്ചു. ദൈവപിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് തിന്മയുടെ ശക്തികളെ അവിടുന്ന് നിശബ്ദമാക്കി. അവിടുത്തെ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിശ്വാസിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ദൈവജനമേ, പിതാവായ ദൈവത്തിൻ്റെ നീതിയിലുള്ള ഈ ഉറച്ച ബോധ്യം കർത്താവിൻ്റെ രണ്ടാം വരവിനായുള്ള നമ്മുടെ ഒരുക്കത്തെയും സ്വാധീനിക്കണം. ലോകാവസാനത്തോട് നാം അടുക്കുമ്പോൾ തിന്മ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ നാം ആത്മീയമായി ഉണർന്നിരിക്കണം, സദാ ജാഗരൂകരായിരിക്കണം. പാപത്തിൻ്റെ കണികളിൽ വീഴാതിരിക്കുവാനും ദുഷ്ടരുടെ വാക്കുകളിൽ വഞ്ചിതരാകാതിരിക്കാനും നാം ശ്രദ്ധ പാലിക്കണം. നമ്മുടെ വിളക്കും എണ്ണയും സജ്ജമാക്കി ഏത് നിമിഷവും മണവാളനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിവേകമുള്ള കന്യകമാരെ പോലെ നാം ആയിരിക്കണം. ദൈവം നീതിമാനാണ്, അവൻ നമ്മെ ഒരു കാലത്തും കൈവിടില്ല. അതിനാൽ ദുഷ്ടശക്തികളെ ഭയപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകാം. അവിടുത്തെ നീതി എന്നും നമ്മോടൊപ്പമുണ്ട്. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സങ്കീർത്തന ധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.